പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം എന്നത് വ്യക്തമാക്കുന്ന ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ കാണുകയും അതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായി എഴുതുകയും ചെയ്തിട്ടുണ്ടാവും. 6ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ് പഠേം ഖേലെ എന്ന യൂണിറ്റിലെ ഫൂൽ ഹേ കഹ എന്നതിലെ പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇവിടെ മനോഹരമായ ഒരു പൂവിൻ്റെ ചിത്രമുണ്ട്. ഈ ചിത്രത്തിന് നിറം കൊടുക്കുക. ഈ ചിത്രത്തിന് നിറം കൊടുത്തിട്ട് ഈ പൂവിനെ കുറിച്ച് ഏതാനും ചില പദങ്ങൾ എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ് ആദ്യമായുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഫൂൽ എന്ന് എഴുതിയാൽ മതിയാകും. ഓക്കെ, ഫൂൽ എന്ന് എഴുതിയിട്ട് പൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങൾ എഴുതണം. ഖുഷ്ബു, സുഗന്ധം എന്ന് ഇവിടെയുണ്ട്. ഇനി നമുക്ക് എന്തെല്ലാം എഴുതാം എന്നുള്ളത് നോക്കാം. രംഗ് എന്നെഴുതാം. ഓക്കെ, നമുക്ക് രംഗ് എന്നെഴുതാം. ഇനിയോ രംഗ് ബിരംഗി എന്നും എഴുതാം. അതുപോലെ തന്നെ ഇത് ഖുഷ്ബു എന്നെഴുതാം. പിന്നെ പൂക്കളുടെ പേരുകൾ എഴുതാം അല്ലേ? ഏതെല്ലാം പൂക്കളുടെ പേരറിയാം? ഗുലാബ് അറിയാം, പിന്നെ അതുപോലെ കവൽ അറിയാം. കവൽ എന്ന് പറഞ്ഞാൽ താമരയാണ് അല്ലേ? ചമ്പ അറിയാം, ചമേലി അറിയാം. ഇങ്ങനെയുള്ള പൂക്കളുടെ പേര് എഴുതാം. ഇവ എവിടെയാണ് ഉണ്ടാവുക? ബാഗിലാണുള്ളത്. ബാഗ് എഴുതാം. ബാഗിന് ചമൻ എന്നും പറയും അല്ലേ? ഇങ്ങനെ പല പേരുകളുമുണ്ട്. അപ്പം അതെഴുതാം. ഇനിയോ പൂ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചതാണിപ്പോൾ പൂക്കളം അല്ലേ? പൂക്കളം. ഈ രീതിയിൽ അതും എഴുതാം. ഇങ്ങനെ നമുക്ക് എഴുതാവുന്ന പദങ്ങൾ, പൂവുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതാവുന്ന പദങ്ങളൊക്കെയാണ് നമ്മൾ ഈ വർക്ക്ഷീറ്റിൻ്റെ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇത് പൂവ് ഏത് പൂവാണ്? ഗുലാബ് പൂവാണ്. ഗുലാബ് പൂവിനെ കുറിച്ച് എന്തൊക്കെ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ഒരു പദം കൊടുത്തിട്ടുണ്ട്, ഏ ഗുലാബ് ഹെ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി പൂർണ്ണമാക്കുകയാണ് വേണ്ടത്. നമുക്ക് തൽക്കാലം അവിടെ നൽകിയിട്ടുള്ള പദം തന്നെ ആദ്യം എഴുതാം. ഏ ഗുലാബ് ഹെ. ഏ ഗുലാബ് ഹെ. ഗുലാബ് ഹെ എന്ന് പറഞ്ഞാൽ ഇത് റോസാ പുഷ്പമാണ്. ഇനി ഗുലാബി എന്താകുന്നു? സിമ്പിളായി പറഞ്ഞാൽ ഗുലാബിയേക്ക് ഫൂൽ ഹെ. ഗുലാബ് ഒരു പൂവാണ്. ഗുലാബി എങ്ങനെയുള്ള പൂലാണ്? ഗുലാബ് ഏക്ക് ഖൂബ്സൂറത്ത് ഫൂൽ ഹെ അല്ലേ? ഗുലാബ് ഏക്ക് ഖൂബ്സൂറത്ത് ഫൂൽ ഹെ. ഗുലാബ് നല്ല ഭംഗിയുള്ള പൂവാണ്. ഗുലാബ് ഖുഷ്ബൂദാർ ഫൂൽ ഹെ. ഖുഷ്ബൂദാർ ഫൂൽ ഹെ. ഖുഷ്ബൂദാർ ഫൂൽ എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള പൂവാണ് എന്നതാണ് അർത്ഥം. ഖുഷ്ബൂദാർ ഫൂൽ എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള പൂവ് ആണ്. ഗുലാബ് കാ രംഗ് ഗുലാബി ഹെ. ഗുലാബ് കാ രംഗ് ഗുലാബി ഹെ. ഗുലാബിൻ്റെ രംഗം ഗുലാബി നിറമാകുന്നു. ഇവിടെ ഈ സ്പേസിൻ്റെ ആവശ്യമല്ലേ? ഞാൻ ഈ സ്പേസ് ഇടാനുള്ള കാരണം ഈ ഗുലാബിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏത് എഴുതുകയാണെങ്കിലും അതിനനുസരിച്ച് എഴുതാം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുള്ളത്. ഈ സ്പേസ് ഇടണമെന്നില്ല, നേരിട്ട് ഒരുമിച്ച് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുലാബിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5-6 വരികൾ നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇത്തരത്തിൽ ഈ വരികൾ എഴുതാനാണ് പ്രവർത്തനമുള്ളത്. ഈ പ്രവർത്തനം നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഏ ഗുലാബ് ഹെ, ഗുലാബി ഏക്ക് ഫൂൽ ഹെ, ഗുലാബി ഏക്ക് ഖൂബ്സൂറത്ത് ഫൂൽ ഹെ, ഗുലാബ് ഖുഷ്ബൂദാർ ഫൂൽ ഹെ, ഗുലാബ് കാ രംഗ് ഗുലാബി ഹെ. ഈ രീതിയിൽ നമുക്ക് ഗുലാബിനെ കുറിച്ച് എഴുതാം. ഇതെഴുതിയതിനു ശേഷം തൊട്ടടുത്ത പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോവുകയാണ്.
തൊട്ടടുത്ത പ്രവർത്തനം സുന്നര സമാനയിലെ ഒരു ചില ആഘോഷങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 4 ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ ആഘോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഈ ആഘോഷങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാം. ഓണം ഹെ. ഇത് ഓണമാണ് അല്ലേ? ഓണമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ദിവാലി ഹെ. ഓക്കെ, ദിവാലി. മൂന്നാമത്തേത് ക്രിസ്മസ് ഹെ. നാലാമത്തേത് ഈദ് ഹെ. ഈദാണ്. ഓണം, ദിവാലി, ക്രിസ്മസ് ഓർ ഈദ്. ഇനി നമ്മൾ ഓണത്തെക്കുറിച്ചുള്ള വാചകങ്ങൾ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. സുന്നര സമാന എന്നതിലെ ഓണത്തെക്കുറിച്ചുള്ള പാഠമാണ്. ഓണത്തെക്കുറിച്ചാണ് ആ പാഠത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട തെഹ്വാറിനെ കുറിച്ച് എന്ത് എഴുതണം? ചില സെൻറ്റൻസുകൾ എഴുതാം. അതിനു വേണ്ടിയുള്ള സ്പേസാണ് ഇവിടെ. പസന്തീദ തെഹ്വാർ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ട ആഘോഷത്തെക്കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ എഴുതേണ്ടത്, തുടക്കത്തിൽ എഴുതേണ്ടത് എൻ്റെ ഇഷ്ടപ്പെട്ട തെഹ്വാർ, എൻ്റെ ഇഷ്ടപ്പെട്ട പസന്തീദ. എൻ്റെ ഇഷ്ടപ്പെട്ട മേരാ പസന്തീദ തെഹ്വാർ ആഘോഷം ഏതാകുന്നു? ക്രിസ്മസ് ഹെ. ഉദാഹരണത്തിന് ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് ഹെ. ഇവിടെ ക്രിസ്മസ് എന്നത് ഓപ്ഷണലാണ് എന്ന് പറയാനുള്ള കാരണം ഇത് ഓരോരുത്തരുടെയും വ്യത്യാസമുണ്ടാകും എന്നുള്ളത് കൊണ്ട് ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് എന്ന് എഴുതാം. അതല്ല, ഈദാണെങ്കിൽ ഈദ് എഴുതാം. ദിവാലി ആണെങ്കിൽ ദിവാലി എന്ന് എഴുതാം. ഈ രീതിയിൽ ഇവിടെ ഓപ്ഷണലാണ്. അതുകൊണ്ട് അവിടെ ഇഷ്ടമുള്ളത് എഴുതാം എന്നർത്ഥം. ഇനി നമ്മൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ക്രിസ്മസിനെ കുറിച്ചാണ് എഴുതുന്നത്. ഞാൻ എല്ലാറ്റിനെ കുറിച്ച് എഴുതാനും ഉപയോഗിക്കുന്ന സൂചകങ്ങൾ ഇവിടെ കൊടുത്തത് തന്നെയാണ്. ഓക്കെ, ക്രിസ്മസിനെ കുറിച്ച് എഴുതാനും ഇത് മതി, ഈദിനെ കുറിച്ച് എഴുതാനും ഇത് മതി, ദിവാലിയെ കുറിച്ച് എഴുതാനും ഇത് മതി. ഇതുപോലെ ഇതിലുള്ള പദങ്ങളാണ് ഞാൻ സെൻറ്റൻസ് എഴുതാൻ ഉപയോഗിക്കുന്നത്. ഈ 3 ആഘോഷത്തിന്, നമ്മൾ പറയപ്പെട്ട ഈ 3 ആഘോഷത്തിന് എഴുതാൻ ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ നയ കപ്പടെ എന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതാം? നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് ക്രിസ്മസ് കെ ദിൻ, ഓണം കെ ദിൻ എന്നതിന് പകരം നമ്മൾ ക്രിസ്മസ് കെ ദിൻ घर के सारे लोग नए कपड़े पहनते हैं. देखिए എന്താണ് ക്രിസ്മസ് के दिन घर के सारे लोग नए कपड़े पहनते हैं. ഈ വരി നമ്മൾ ഓണത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവിടെ ഓണം കെ ദിൻ എന്നായിരുന്നു, ഞാൻ മാറ്റി ക്രിസ്മസ് കെ ദിൻ എന്നാക്കി. അപ്പോൾ നമ്മൾ അവിടെ ഒരു വരി ഏതിൽ നിന്ന്? ഈ ഇഷാരയിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ റിശ്തേദാറുണ്ട്, മിഠായിയുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇത് രണ്ടുമാണ് എഴുതുന്നത്. ഒറ്റ വരിയിൽ ഇവ രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എഴുതി നോക്കാം. ആ ദിവസം റിശ്തേദാറോക്കെ ഇഷ്ടാനായിട്ടോ. ആ ദിവസം रिश्तेदारों के घर में എന്ന് പറഞ്ഞാൽ, റിശ്തേദാർ എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബക്കാരുടെ വീടുകളിൽ. മിഠായി ലേക്കർ മിഠായിയുമായിട്ട്, മിഠായി ലേക്കർ ജാത്തേ ഹൈ. ഇത് നമുക്ക്
ക്രിസ്മസിൽ എഴുതാം, ദീപാവലിയിൽ എഴുതാം, ഇതിലെഴുതാം, ഒക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ അവിടെ റിശ്തേദാർ എന്നത് വന്നു, മിഠായി വന്നു. മിഠായി നല്ല ജമ്മാക്കണമെങ്കിൽ മിഠായിയാം എന്നും എഴുതാം. മിഠായിയാ ലേക്കർ എന്ന് എഴുതാം. മിഠായി ലേക്കർ എന്നുള്ളതിന് പകരം മിഠായിയാ ലേക്കർ എന്നെഴുതാം. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഓക്കെ ഇങ്ങനെ എഴുതാം. എഴുതിയതിന് ശേഷം നമ്മൾ എന്തായി, നമ്മൾ 3 വരിയായി കേട്ടോ, 3 വരിയായി. ഇതിലെ 1, 2, 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, എഴുതി. ഇനി മസേദാർ ഖാന എന്നുള്ളത് എഴുതാം. മസേദാർ ഖാന. ഈ മസേദാർ ഖാന നമുക്ക് ഇതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ തന്നെ എഴുതാം അല്ലേ. ഹർ ഗർമേ, എല്ലാ വീട്ടിലും. ഹർ ഗർമേ, എല്ലാ വീട്ടിലും. മസേദാർ ഖാന. മസേദാർ ഖാന എന്ന് പറഞ്ഞാൽ രുചികരമായ ഭക്ഷണം. രുചികരമായ ഭക്ഷണം. തയ്യാർ കർത്തേ ഹൈ, തയ്യാറാക്കുന്നു. തയ്യാർ കർത്തേ ഹൈ, തയ്യാറാക്കുന്നു. എല്ലാ വീട്ടിലും അന്ന് മസേദാർ ഖാന തയ്യാർ കർത്തേ ഹൈ, നല്ല രുചികരമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നു. ഓക്കെ, അപ്പോൾ അതുവഴി. ഇനി ഗിലേ ലഗാന, ഖുഷി മനാന അല്ലേ. സാരേ ലോഗ്, സാരേ ലോഗ് മുഴുവൻ ആളുകളും എന്ത് ചെയ്യുന്നു, ബഡി ഖുഷി സേ ക്രിസ്മസ് മനാത്തെ ഹൈ. ഓക്കെ, ക്രിസ്മസ് മനാത്തെ ഹൈ. തൽക്കാലം ഞാൻ 5 വരികൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ 5 വരികൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്താം, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്മസിനെ കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ ഈദിനെ കുറിച്ച് എഴുതാം, ദീപാവലിയെക്കുറിച്ച് എഴുതാം. ഈ രീതിയിലൊക്കെ നമുക്കിവിടെ സെൻറ്റൻസുകൾ എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സുനരാ സമാനയിലെ അടുത്ത വളരെ സിമ്പിളായ ഒരു പ്രവർത്തനം. ഇവിടെ ബ്രാക്കറ്റിൽ 4 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാമാണ് പ്രവർത്തനങ്ങൾ, പദങ്ങൾ ഏതൊക്കെയാ? ഹോക്കി, മോർ, ആം, കവൽ. ഇത് യോജിച്ച സ്ഥലത്തേക്ക് എഴുതുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രവർത്തനം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഹിന്ദുസ്ഥാൻ കാ കൗമി ഫൂൽ, ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഈ 4 എണ്ണത്തിൽ ഏതാണ്? ഈ 4 എണ്ണത്തിൽ കവൽ എന്നതാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. കവൽ എന്നതാണ് ദേശീയ പുഷ്പം. ഓക്കെ, അടുത്ത് ഹിന്ദുസ്ഥാൻ കാ കൗമി ഫൽ, അടുത്ത് ഇന്ത്യയുടെ ദേശീയ പഴം. ഈ കൂട്ടത്തിൽ പഴം ഏതാണെന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് അറിയാം, ആമാണ് ഇവിടെ എഴുതേണ്ടത്. ആം എന്നതാണ് ഇവിടെ എഴുതുക. ഇനി അടുത്ത് ഹിന്ദുസ്ഥാൻ കാ കൗമി ഖേൽ, ഇന്ത്യയുടെ ദേശീയ കളി. 3ാമത്തെ ദേശീയ കളിയാണ് ചോദിച്ചത്. ഈ ദേശീയ കളിയായിട്ട് നമ്മൾ എഴുതേണ്ടത് ഹോക്കിയാണ്. ഇനി 4ാമത്തെ തെറ്റാനൊന്നുമില്ല, ബാക്കി ആര് മാത്രമാണുള്ളത്? മോർ മാത്രമാണുള്ളത്. ഹിന്ദുസ്ഥാൻ കാ കൗമി പരിത മോർ എന്ന് എഴുതുക. ഇന്ത്യയുടെ ദേശീയ പക്ഷി മോർ എന്ന് എഴുതുക. ഇതേ സംഗതി തന്നെയാണ് ഇവിടെ സെൻറ്റൻസ് ആയി എഴുതാനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഹിന്ദുസ്ഥാൻ കാ കൗമി ഫൂൽ എന്ന് പറഞ്ഞ് ഇവിടെ എന്താണോ പൂരിപ്പിച്ചത് അതിവിടെ എഴുതുക. ഇവിടെ എന്താണോ പൂരിപ്പിച്ചത് അതിവിടെ എഴുതുക. അപ്പോൾ 3ഉം 4 ഒക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കളിയുടെ പേര് ഹോക്കി എന്നിവിടെ എഴുതുക. പക്ഷി ഏതാണ്? മോർ എന്നത് ഇവിടെ എഴുതിയാൽ ഇത് കഴിഞ്ഞു. വളരെ സിമ്പിളായ പ്രവർത്തനം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. ഹമാരി ദുആ എന്ന അടുത്ത പാഠത്തിലെ ഒരു പ്രവർത്തനം. പാഠത്തിലുള്ള എന്താണോ ആ പാഠത്തിലുള്ളത്, ആ പാട്ടിലുള്ളത്, അത് മുഴുവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുട്ടികൾ എന്തൊക്കെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കുറച്ച് വാചകങ്ങൾ എഴുതണം. ഈ പാട്ടിൽ നിന്ന് നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. എന്തൊക്കെയാണ് കുട്ടികൾ ദുആ ചെയ്യുന്നത്?
രാത്രിയും പകലും ദൈവത്തോട് ഖുദാസെ ദൈവത്തോട് നമ്മുടെ ദുആയാണ്. എന്തിനു വേണ്ടി? രാഹെ ഇൻസാനിയത്ത് കി ഹമേ തോ ദിഖ. അപ്പോൾ രാഹെ ഇൻസാനിയത്ത് മനുഷ്യത്വത്തിൻ്റെ വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടാ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കണം? സെൻറ്റൻസായി എഴുതാണ്. രാഹെ ഇൻസാനിയത്ത് കോ ദിഖാനെ കെ ലിയെ ദുആ മാങ്തേ ഹെ. ഇവിടെ ചോദ്യം എങ്ങനെയല്ലേ? മാങ്തേ ഹെ എന്നല്ലേ. അപ്പോൾ നമ്മൾ ബച്ചേ എന്നിവിടെ കുട്ടികളുണ്ട് അല്ലേ? ബച്ചോ ബച്ചേ എന്നിവിടെ ഉണ്ട്. ബച്ചേ ഖുദാസെ ദുആ എന്തൊക്കെ കാര്യങ്ങൾക്ക് ദുആ ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ആരാണ്? ബച്ചയാണ് ദുആ ചെയ്യുന്നത്. ബച്ചേ എന്ത് ദുആയാണ് ചെയ്യുന്നത്? രാഹെ ഇൻസാനിയത്ത് കി രാഹെ ഇൻസാനിയത്ത് കോ ദിഖാനെ के लिए രാഹെ രാഹെ ഇൻസാനിയത്ത് റെഡി അല്ലേ? ഇൻസാനിയത്ത് ആയിട്ടില്ല അല്ലേ? ഇൻസാനിയത്ത് ഓക്കെ को दिखाने के लिए दुआ खुदा से दुआ मांगते. ഈ ദുആ മാങ്തേ എന്നുള്ള ചോദ്യത്തിലുള്ളതുകൊണ്ട് അതേപോലെ എഴുതിയതാണ് കേട്ടോ. ഇവിടെ എന്താണ് ആവശ്യം? രാഹെ ഇൻസാനിയത്ത് കാണിച്ചു കൊണ്ടാന്നുള്ളതാണ്. കുട്ടികൾ രാഹെ ഇൻസാനിയത്ത് കോ ദിഖാനെ കെ ലിയെ ഖുദാസെ ദുആ മാങ്തേ ഹെ. അത് ഒരു കാര്യമാണ്. ഇനി ഇതല്ലാതെ വേറെ എന്തൊക്കെ? ജോ ജമാനെ മേ ബദ്ബഖ്ത് വ ഗുംരാഹ് ഹെ ഉൻകെ സായെ സെ ബി ദൂർ രഖ്നാ സദാ. ബദ്ബഖ്തായ ഗുംരാഹ് ആയ ആളുകളുടെ തണലിൽ നിന്ന് നീ ഞങ്ങളെ എല്ലായ്പ്പോഴും ദൂരെയാക്കണം. വഴിപിഴച്ച് നടക്കുന്ന ദുർനടപ്പ് നടക്കുന്ന ആൾക്കാരുടെ തണലിൽ നിന്ന് നീ ഞങ്ങളെ അകറ്റി നിർത്തണം എന്നതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. അപ്പോൾ ബദ്ബഖ്ത് और गुमराह लोगों से सदा दूर रखने की दुआ करते हैं. ബദ്ബഖ്ത് और ഗുംരാഹ് അല്ലേ? നമുക്കൊന്ന് എഴുതി നോക്കാം. ബദ്ബഖ്ത് और गुमराह लोगों से എന്ന് പറഞ്ഞാൽ ആളുകളിൽ നിന്ന്, അങ്ങനത്തെ ആളുകളിൽ നിന്ന് സദാ ദൂർ രഖ്നെ കി ദുആ കർത്തേ ഹെ. അപ്പോൾ രണ്ടാമത്തെ ആവശ്യവും നമ്മൾ എഴുതി കഴിഞ്ഞു. വലിയ സെൻറ്റൻസ് ആണ്, വിഷയാക്കണ്ട. ഈ രീതിയിൽ നമ്മൾ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്. അടുത്ത് നോക്കൂ. ജിസ്തര ചാന്ദ് സൂരജ് സെ ഹേ റോഷിനി. ചന്ദ്രനിൽ നിന്നും സൂര്യനിൽ നിന്നും ഏത് പ്രകാരമാണോ റോഷിനി ഉണ്ടാകുന്നത്, വെളിച്ചമുണ്ടാകുന്നത്, അതുപോലെ ഹംസെ റോഷൻ ഹേ സാരി ഫിസ. ഈ അന്തരീക്ഷം മുഴുവൻ, ഈ ലോകം മുഴുവൻ ഞങ്ങളെ കൊണ്ട് എന്താക്കണം? പ്രകാശമാക്കണം. അടുത്ത വരി. ബാപ്പ് മാം और उस्ताद राजी रहे उनकी खिदमत का जज्बा हो दिल में सदा. മാമിനെയും ബാപ്പിനെയും ഉസ്താദിനെയും ഖിദ്മത്ത് ചെയ്യാനുള്ള ജസ്ബ മനസ്സിലെല്ലായ്പ്പോഴും നൽകണം എന്നതാണ്. നമുക്കെങ്ങനെയാ? മാം ബാപ്പ് और ഉസ്താദ് की खिदमत, माँ बाप और उस्ताद की खिदमत खिदमत करने का जज्बा हमेशा देने के लिए दुआ करते हैं.
ഓക്കെ. മാ ബാപ്പ് എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും അച്ഛനമ്മമാരുടെയും ഗുരുക്കരുടെയും ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ജസ്ബ, അങ്ങനെയുള്ളൊരു ജസ്ബ എല്ലാ സമയവും ഞങ്ങൾക്ക് തരണം എന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ചെയ്യുന്നത്. മാ ബാപ്പ് और उस्ताद की खिदमत करने का जज्बा हमेशा देने के लिए दुआ करते हैं എന്നതാണ് നമ്മൾ അടുത്തത് എഴുതിയത്. ഇനി നമുക്ക് ഇതിലെ മറ്റു കാര്യങ്ങൾ എന്താണ്? ഹംകോ ഹാസിൽ ഹോ ദുനിയാ മേ ഇൽമോ അദബ് ജോ ഹമാരെ ലിയെ ബൻ സകെ രഹ്നുമാ. ഇനി ഇവിടെ ഹംകോ ഹാസിൽ ഹോ, നീ ഞങ്ങൾക്ക് കരസ്ഥമാക്കി തരണേ, ദുനിയാമേ ഇൽമോ അദബ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. ദുനിയാമേ ഇൽമോ അദബ് ഹാസിൽ കർണേക്ക് ദുആ കർത്തേ, അത്ര മതി. ദുനിയാമേ ഇൽമോ അദബ്, ദുനിയാമേ ഇൽമോ അദബ് ഹാസിൽ करने की दुआ करते हैं ले दुआ करते हैं എന്നെ റെഡി അല്ലേ? करने की दुआ करते हैं. ദുനിയാവെ ഇൽമോ അദബ്, ഇൽമും അദബും കരസ്ഥമാക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ രീതിയിലൊക്കെയാണ് ഇതിൽ പ്രാർത്ഥന ഉള്ളത്. ഇതൊക്കെയാണ് ദൈവത്തോട് ചോദിക്കുന്നത്. 4 വരിയാണ് നമുക്ക് എഴുതാനുള്ളത്. 4 വരി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ബच्चे राह इंसानियत को दिखाने के लिए खुदा से दुआ मांगते हैं, बदबख्त और गुमराह लोगों से सदा दूर रखने की दुआ करते हैं, माँ बाप और उस्ताद की खिदमत करने का जज्बा हमेशा देने के लिए दुआ करते हैं, दुनिया में इल्मो अदब हासिल करने की ദുആ കർത്തേ ഹെ. തൊട്ടടുത്ത ഒരു പ്രവർത്തനം കൂടി നോക്കാം നമുക്ക്. സുനര ജമാനയിലെ പൂക്കളം കാണുകയും പൂക്കളത്തിൽ അതെല്ലാം പൂക്കളാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ നിറം എന്ത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ചില പൂക്കളുടെ പേര് ഇവിടെ എഴുതണം ഈ കോളങ്ങളിൽ. അതുപോലെ രംഗിൻ്റെ പേര് അതിൻ്റെ താഴെ, ആ പൂവിൻ്റെ നിറം ഏതാണെങ്കിൽ അതിവിടെ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ പൂക്കളാണ്. ഓക്കെ, നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ പൂവാണ് ഗുലാബ്. ഗുലാബിൻ്റെ നിറം ഗുലാബി എന്നതാണ്. ഓക്കെ, ഗുലാബ് ഗുലാബി എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് സൂരജ്മുഖി, വളരെ പ്രധാനപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്ലവറാണ്. ഓക്കെ, ഈ ഫ്ലവറിൻ്റെ നിറം പീല എന്നതാണ്. ഓക്കെ, ചമ്പ എന്നതിൻ്റെയും ചമ്പ എന്നതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, പീല എന്ന് എഴുതാം. ഓക്കെ, പിന്നെയോ പിന്നെ എന്താ സഫേദ് എഴുതാം അല്ലേ, സഫേദ് നിറം എഴുതാം. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പൂക്കളുടെ പേരും അവയുടെ നിറങ്ങളും എഴുതാനുള്ള പ്രവർത്തനമാണ് ഈ പ്രവർത്തനം ഇവിടെ ചെയ്യുക. വളരെ സിമ്പിളായ പ്രവർത്തനമാണ്. ആ പൂവിൻ്റെ പേര് എഴുതുക, അതിൻ്റെ നേരെ അതിൻ്റെ നിറവും എഴുതുക. അപ്പോൾ ഇതുപോലെ ഭംഗിയായി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം. ഓക്കെ, ശുക്രിയ, ഖുദാ ഹഫീസ്.